പ്രണയപൂർവം നിനക്കായി ഞാൻ ഭാഗം 60. ആദികേശിന്റെ കല്യാണവും ആദിലക്ഷ്മിയുടെ കല്യാണവും ഒരുമിച്ച് നടത്തിയാലോ? ആദികേശിന്റെ കല്യാണം രേഷ്മയുമായിട്ട് ഉറപ്പിച്ചിരിക്കുന്നതല്ലേ? അപ്പോൾ ഇരു കൂട്ടരുടെയും ഒരുമിച്ച് തന്നെ നടത്തിയാൽ പോരെ? അല്ലെങ്കിൽ ആദിലക്ഷ്മിയുടെ വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ നടത്തുമ്പോൾ അതെല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ? 2 പ്രാവശ്യമായിട്ട് എല്ലാവരെയും ക്ഷണിക്കുമ്പോൾ ഇതാകുമ്പോൾ ഒറ്റ പന്തലിൽ തന്നെ ആർഭാടമായിട്ട് നമുക്ക് എല്ലാവരെയും വിളിച്ച് ഗ്രാൻഡായിട്ട് തന്നെ ഒരു പരിപാടിയായിട്ട് നടത്താം. ആനന്ദിൻ്റെ സഹോദരി പറഞ്ഞതും അതിൻ്റെ ആവശ്യമില്ല, ആദ്യം ആദിലക്ഷ്മിയുടെ വിവാഹം നടക്കട്ടെ, എൻ്റെ വിവാഹക്കാര്യം പിന്നെ ആലോചിക്കാം, ആദികേശ് പറഞ്ഞു. അല്ല, നമ്മൾ 2 പ്രാവശ്യം ആളുകളെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാണ്. നിങ്ങളുടെ ഇഷ്ടമാണ്, അവൾ പെട്ടെന്ന് തന്നെ അങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും ആനന്ദ് മുകളിൽ നിന്നും ഇറങ്ങി വന്നു. നീ ഇത് എവിടെയായിരുന്നു? അവനെ കണ്ടതും ആനന്ദിൻ്റെ അച്ഛൻ ചോദിച്ചു. എനിക്കൊരു കോളുണ്ടായിരുന്നു, ഞാൻ സംസാരിക്കുകയായിരുന്നു. നിങ്ങളെന്താ പെട്ടെന്ന് പറയാതെ വന്നത്? അവൻ ചോദിച്ചു. അതെന്താ ഞങ്ങൾക്കിങ്ങോട്ട് പറയാതെ വന്നാ? നിങ്ങൾക്കൊരു സർപ്രൈസ് തരാമെന്ന് കരുതിയതാണ്. അല്ല, നീ എന്താ ആദിലക്ഷ്മി വരുന്ന കാര്യം ഞങ്ങളോട് പറയാതിരുന്നത്? ആനന്ദിൻ്റെ സഹോദരി ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്താ, കറക്റ്റ് സമയത്ത് നിങ്ങൾ വന്നില്ലേ? അവൻ ചോദിച്ചുകൊണ്ട് സോഫയിലേക്കിരുന്നു. അവൻ്റെ സംസാരം അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരും ഇരിക്കുന്നത് കൊണ്ട് അവൾ ഒന്നും മിണ്ടാതെ ഇരുന്നു. ചായ കുടിക്ക് എന്ന് പറഞ്ഞ് അവർക്ക് ചായ എടുത്തു കൊടുത്തു അംബിക. നമുക്ക് ആദികേശിൻ്റെ പെണ്ണിൻ്റെ വീട്ടുകാരെ വിളിച്ചു വരുത്തിയാലോ? എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് സംസാരിക്കാം, എല്ലാവർക്കും കൂടി തീരുമാനമെടുക്കാം. വീണ്ടും ആനന്ദിൻ്റെ അച്ഛൻ ചോദിച്ചതും ആദികേശ് ആനന്ദിനെ നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ ആനന്ദ് ദയനീയമായി കണ്ണുകൊണ്ട് കാണിച്ചതും, അങ്കിൾ, ഇപ്പോൾ ആദ്യം ഞങ്ങൾ ആദിലക്ഷ്മിയുടെ വിവാഹം നടത്താമെന്നാണ് കരുതുന്നത്. അതിനുശേഷം മാത്രം മതി എൻ്റെ വിവാഹം. എനിക്ക് കുറച്ച് വേറെ അത്യാവശ്യങ്ങളുണ്ട്. എനിക്കിവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കേണ്ടി വരും. അതെല്ലാം കഴിഞ്ഞിട്ട് നോക്കാം എന്നാണ് ഞാൻ കരുതുന്നത്, അവൻ പറഞ്ഞു. എന്നാൽ പിന്നെ ആദ്യം ഇവരുടെ തന്നെ നടത്താം. നമുക്കൊരു ജോത്സ്യനെ പോയി കണ്ടാലോ ആനന്ദ? അത് ഞാൻ പറഞ്ഞില്ലേ, അടുത്ത ദിവസം ഞങ്ങളിവിടെ ഒരു പരിപാടി നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡേറ്റ് എടുക്കാം, അനന്തപത്മനാഭൻ പറഞ്ഞു. എല്ലാവരെയും വിളിക്കുന്നുണ്ടോ? ഗ്രാൻഡായിട്ടുള്ള ഫംഗ്ഷനാണോ? ആനന്ദിൻ്റെ സഹോദരി ചോദിച്ചു. ആ, ബന്ധുക്കളെ മാത്രമാണ്, പുറത്തുനിന്ന് ആരുമില്ല, അനന്തപത്മനാഭൻ പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇനി തിരിച്ചു പോകാം, അല്ലെങ്കിൽ അന്നും വീണ്ടും വരേണ്ടി വരില്ലേ? ആനന്ദിൻ്റെ സഹോദരിയാണ് ചോദിച്ചത്. അത് കേട്ടതും ആനന്ദ് അവളെ ഒന്ന് നോക്കി. വീണ്ടും വരേണ്ടേ? അത് ബുദ്ധിമുട്ടാകും. അതുമാത്രമല്ല, ഹരിയേട്ടന് എപ്പോഴും വരാൻ പറ്റില്ല, അമൃത പറഞ്ഞു. അതിന് ഹരിയേട്ടൻ എപ്പോഴും വരണമെന്ന് പറഞ്ഞില്ലല്ലോ, ആനന്ദ് പറഞ്ഞു വന്നതും. അത് കുഴപ്പമില്ല മോനെ, 2-3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അവരിവിടെ നിൽക്കട്ടെ, അനന്തപത്മനാഭൻ പറഞ്ഞതും അംബികയും ആദിലക്ഷ്മിയും ആദികേശും ആദിശേഷും അദ്ദേഹത്തെ നോക്കി. ആ നോട്ടം എന്താണെന്ന് അറിയാമെങ്കിലും തൽക്കാലം അദ്ദേഹം അത് മൈൻഡ് ചെയ്യാൻ നിന്നില്ല. അവർക്ക് റൂം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് അനന്തപത്മനാഭൻ അവിടെ നിന്നും എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആദിലക്ഷ്മി മുകളിലെ റൂമിലേക്ക് പോയതും അംബിക വേഗം അനന്തപത്മനാഭൻ്റെ റൂമിലേക്ക് ചെന്നു. എന്ത് പണിയാണ് അനന്തേട്ട കാണിച്ചത്? ഇനിയിപ്പോൾ ഗൗരിമോൾക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? ഇവരുള്ള ദിവസങ്ങളിൽ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? മക്കളെ ഒന്ന് കാണാനോ എടുക്കാനോ പറ്റുമോ? കഷ്ടമുണ്ട് കേട്ടോ. അവർ വേണമെങ്കിൽ നമ്മുടെ മറ്റേ വീട്ടിലേക്ക് ആക്കായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും റൂം എടുത്ത് കൊടുക്കാൻ പറ്റില്ലായിരുന്നോ? നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെ റൂം എടുത്ത് കൊടുത്താൽ അത് മതിയായിരുന്നു. അവർക്ക് ഇവിടെ വേണ്ടായിരുന്നു. എനിക്കിനി അവരെ കാണാതെ പറ്റില്ല എന്നെല്ലാം സങ്കടത്തോടെ പറയുന്ന അംബികാമ്മയെ അനന്തപത്മനാഭൻ നോക്കി. അനന്തപത്മനാഭൻ കയ്യിലെ ലാപ്ടോപ്പ് ടേബിളിൽ വെച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. എനിക്ക് മനസ്സിലാകും, പക്ഷേ തൽക്കാലം അവരിവിടെ നിൽക്കട്ടെ. എന്തു പറ്റി? എന്താ ഉദ്ദേശം? ഒരു ഉദ്ദേശവുമില്ല, അവരിവിടെ നിൽക്കട്ടേനേ. നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ കുറച്ച് മുമ്പ് സണ്ണി വിളിച്ചിട്ടുണ്ടായിരുന്നു, സണ്ണിയെ പറഞ്ഞത് അവരെ ഇവിടെ നിർത്താൻ. അനന്തപത്മനാഭൻ പറഞ്ഞതും അതെന്തിനാ മോൻ അങ്ങനെ? അവൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകും. ഒന്നും കാണാതെ അവൻ പറയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, അനന്തപത്മനാഭൻ പറഞ്ഞു. ഞാൻ എന്തായാലും ഇടയ്ക്ക് മക്കളുടെ അടുത്തേക്ക് പോകും, അംബികാമ്മ പറഞ്ഞു. അങ്ങനെ പോയാൽ ആരും തന്നെ ഒന്നും പറയാൻ പോകുന്നില്ല. ഞാനും പോകും എൻ്റെ മക്കളെ കാണാൻ, അനന്തപത്മനാഭനും പറഞ്ഞു. അത് കേട്ട് അവർ ഒന്ന് ചിരിച്ചു. അത്രയേയുള്ളൂ. അപ്പോഴേക്കും ഡോറ് തുറന്ന് ആദികേശും ആദിശേഷും വന്നു. അവരുടെ പുറകെ തന്നെ ആനന്ദും. ആനന്ദ് റൂമിലേക്ക് കയറിയതും
ആദികേശ് ആനന്ദിന്റെ അടുത്തേക്ക് ചെന്നു. അവളോട് പറഞ്ഞോ മിണ്ടാതിരുന്നോളാൻ. അവൾ വന്നപ്പോൾ മുതൽ എന്നെ കെട്ടിക്കാൻ നടക്കുന്നതാ. എനിക്കറിയാം അവളും ആ രേഷ്മയുമായിട്ട് അല്പം കൂട്ടുണ്ടെന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രേഷ്മയുടെ കാര്യം ഇനി പറഞ്ഞാ നിന്നെ ഞാൻ എൻ്റെ പെങ്ങൾക്ക് വേണ്ടാന്ന് വെക്കും, കേട്ടല്ലോ? ആദികേശ് പറഞ്ഞതും ഞാൻ ഞാൻ എന്ത് ചെയ്തിട്ടാ എന്നുള്ള രീതിയിൽ അവൻ കൈമലർത്തി അനന്തപത്മനാഭനെ കാണിച്ചതും അംബികാമ്മയും അനന്തപത്മനാഭനും ഇരുന്ന് ചിരിച്ചു. അച്ഛനും അമ്മയും ഇരുന്ന് ചിരിച്ചോ? നിങ്ങളുടെ മോളും നിങ്ങളുടെ ആൺമക്കളും ഇപ്പോൾ പോരാത്തതിന് നിങ്ങളുടെ മരുമകൻ കൂടി എനിക്കിട്ട് പണിയാൻ വേണ്ടി നടക്കുക. എൻ്റെ ഒരു അവസ്ഥ നോക്കണേ എന്ന് പറഞ്ഞ് അവിടെയുള്ള സോഫയിലായിട്ട് ആനന്ദ് പോയിരുന്നു. അല്ല, നിനക്കെവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് നീ പോകുന്നില്ലേ? എവിടെ പോകാൻ? എല്ലാം കൂടി ഇവിടെ ഉള്ളപ്പോൾ ഞാൻ എങ്ങനെ പോകാനാ? അവള് എന്നെ കൊല്ലും ഇവിടെ നിന്ന് പോയാ. പറഞ്ഞ് നാവെടുത്തതും റൂമിൻ്റെ ഡോറ് തുറന്ന് ആദിലക്ഷ്മി അങ്ങോട്ട് വന്നു. വരവ് കണ്ടതും ആനന്ദ് ദയനീയമായി അനന്തപത്മനാഭനെ നോക്കി. ദേ, എൻ്റെ മുറിയുടെ അടുത്തുള്ള മുറി തന്നെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിങ്ങളുടെ പെങ്ങൾ അവിടെ കയറിയിട്ടുണ്ട്. ആ റൂം വേണമെന്ന് പറഞ്ഞ് തുറന്ന് കാണിച്ചു. അവൾക്ക് ഇഷ്ടമുള്ളിടത്ത് കിടക്കാൻ ഇത് ഹോട്ടലൊന്നും അല്ല, അല്ലെങ്കിൽ അവളുടെ ഭർത്താവിൻ്റെ വീടുമല്ല. നമ്മൾ കൊടുക്കുന്ന റൂമിൽ വേണം താമസിക്കാൻ. സണ്ണിച്ചാൻ പറഞ്ഞത് നന്നായി ഡോർ ലോക്ക് ചെയ്തത്, അല്ലെങ്കിൽ ആദ്യം അവൾ വന്ന് അത് തുറന്ന് നോക്കിയേനെ. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ഫംഗ്ഷനൊന്നും നടത്തേണ്ടി വരില്ലായിരുന്നു, ആദിലക്ഷ്മി പറഞ്ഞു. എന്നാലും എങ്ങനെയാടാ നിനക്ക് ഇതുപോലെ? സമ്മതിക്കണം, ആദിശേഷ് പറഞ്ഞു. എല്ലാം കൂടി ഇനി എൻ്റെ മുഖത്തേക്ക് കയറ്. ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ ഇങ്ങോട്ട് വന്നത്, ആനന്ദ് പറഞ്ഞു. മതി അവനെ കുറ്റപ്പെടുത്തിയത്. അവൻ പറഞ്ഞതിലും കാര്യമില്ലേ? അവനോട് പറയാതല്ലേ വന്നത്? എന്തായാലും 3 ദിവസം കഴിഞ്ഞ് ഇവിടെ എല്ലാവരും വരേണ്ടതല്ലേ? അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒന്നും പറയണ്ട. 3 ദിവസം എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്, അംബികാമ്മ പറഞ്ഞതും ഞങ്ങൾ രാത്രി അപ്പുറത്തേക്ക് പോയിക്കൊള്ളാം, ആദികേശും ആദിശേഷും ഒരുപോലെ പറഞ്ഞതും എല്ലാവരും അവരെ നോക്കി. നോക്കണ്ട, ഞങ്ങൾ പോകും. പറ്റില്ല, എന്നെ ഇവിടെ ആക്കിയിട്ട് ഞാൻ വിടില്ല. എനിക്കിനി ഇവിടെ നിന്ന് പുറത്തേക്കിറങ്ങാൻ പറ്റില്ല. ഇവൻ്റെ ആ സഹോദരിയും എൻ്റെ പുറകിൽ നിന്ന് മാറില്ല. ഇപ്പം തന്നെ എൻ്റെ റൂമിലേക്ക് ഇടിച്ചു കയറാൻ നോക്കിയിരുന്നു. ഞാൻ എന്തൊക്കെ കൊണ്ടുവന്നു അവിടെ നിന്ന് എന്ന് അറിയാനുള്ള തത്രപ്പാടിലാണ്. എൻ്റെ പൊന്നാദി, നീ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എടുത്തു കൊടുക്ക്, അപ്പോൾ നിൻ്റെ പുറകെയുള്ള ശല്യം തീർന്നോളും, ആദിശേഷ് പറഞ്ഞു. ഇല്ല, ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ ഗൗരിക്ക് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ, ആദിലക്ഷ്മി പറഞ്ഞതും അതെങ്ങനെ? ഗൗരി എന്ന് പറഞ്ഞ ഒരാളെ നീ ഇവിടെ വന്നപ്പോഴല്ലേ കണ്ടത്? ആദികേശ് ചോദിച്ചു. ഞാൻ എല്ലാവർക്കും ഉള്ളത് കൊണ്ടുവന്നു, പക്ഷേ ഇനി അത് ആർക്കും കൊടുക്കുന്നില്ല. എൻ്റെ ഗൗരിക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ ആരും എന്നോട് പറഞ്ഞില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ അവൾക്ക് എന്തെങ്കിലും കൊണ്ടുവരായിരുന്നില്ലേ? ആദിലക്ഷ്മി ചോദിച്ചു. മോളെ, നമുക്ക് ഇതൊക്കെ ഇവിടെ നിന്നും വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ പിന്നെ കല്യാണം എല്ലാം കഴിഞ്ഞ് നമുക്ക് സണ്ണിയുടെയും അമ്മച്ചിയുടെയും എല്ലാം അവധിയെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ദിവസം ഒരു ട്രിപ്പ് പുറത്തേക്ക് പോകാം. അപ്പോൾ നീ എന്താണെന്ന് വെച്ചാൽ ഗൗരിക്കും മക്കൾക്കും സണ്ണിച്ചായനും എല്ലാം വാങ്ങിക്കൊടുത്തോ, അനന്തപത്മനാഭൻ പറഞ്ഞു. എന്തായാലും പോകണം. ഇവിടെ നിന്നും കുറച്ച് ദിവസം മാറി നിൽക്കണമെന്ന് ഞാനും കരുതിയിട്ടാണ് വന്നത്. ഒരു വെക്കേഷൻ ട്രിപ്പ്. ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് പോകേണ്ടല്ലോ, എല്ലാവർക്കും കൂടി പോകാലോ, അവൾ പറഞ്ഞു. എന്നാ പിന്നെ സെറ്റ്. റൂമിൻ്റെ വാതിലിൽ വീണ്ടും പെട്ടെന്ന് ആരോ കൊട്ടുന്നത് കേട്ടതും ദാ വന്നു. ഞാൻ അവിടെ നിന്നും ഇറങ്ങിയത് കണ്ടപ്പോൾ തന്നെ നിന്റെ സഹോദരി എൻ്റെ പുറകെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മിക്കവാറും അതിനെ പിടിച്ച് പുറത്തേക്ക് കളയൂട്ടോ, ആദിലക്ഷ്മി ദേഷ്യത്തോടെ ആനന്ദിനോട് പറഞ്ഞതും നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ എന്തായാലും ഇന്ന് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ തന്നെ തീരുമാനിച്ചു, ആനന്ദ് പറഞ്ഞതും അതെന്തിനാ? ആദികേശ് ചോദിച്ചു. എൻ്റെ സഹോദരി ആയതുകൊണ്ട് പറയുന്നതല്ല. അവൾ എന്തെങ്കിലും ഇവളെ ചൊടിപ്പിക്കാൻ വേണ്ടി പറയും. അപ്പോഴെല്ലാം ഇവൾ എന്നോട് വന്ന് വഴക്കിടും. അതിലും നല്ലത് ഞാൻ മാറി നിൽക്കുന്നതല്ലേ. അല്ല, നീ എങ്ങോട്ടാ പോകുന്നത്? ഇനിയിപ്പോൾ അധികം ദൂരമൊന്നും പോകണ്ടല്ലോ, സണ്ണിയുടെ അടുത്തേക്ക് പോയാൽ മതിയല്ലോ. കൊള്ളാം, ഇവിടെ നിന്ന് പോകുന്ന എല്ലാം അങ്ങോട്ട് കയറുന്നത് എന്തിനാണാവോ, ആദിലക്ഷ്മി ചോദിച്ചു. വീണ്ടും റൂമിൻ്റെ ഡോറിൽ കൊട്ടിയതും ആനന്ദ് എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. എന്താ എന്താ നിനക്ക് വേണ്ടത്? ദേഷ്യത്തോടെ ആനന്ദ് ചോദിച്ചു. അത് ലക്ഷ്മി, അവിടെയെല്ലാം ഞാൻ നോക്കി കണ്ടില്ല, അതാ ഇങ്ങോട്ട് വന്നത്. അവൾ ഇവിടെയുണ്ട്. എന്താ നിനക്ക് അത്യാവശ്യം വല്ലതുണ്ടോ? ആനന്ദ് ചോദിച്ചു. അത് പിന്നെ അവളോടൊന്ന് സംസാരിക്കാമെന്ന് കരുതി വന്നതാണ്. ഞാൻ കുറേ നാളായല്ലേ കണ്ടിട്ട്, കുറേ വിശേഷങ്ങളെല്ലാം പറയാനുണ്ട്, അമൃത പറഞ്ഞു. അതിന് നീ വന്ന് കയറിയതല്ലേ ഉള്ളൂ. ഇനിയും 2-3 ദിവസം നീ ഇവിടെ ഉണ്ടാകും. അപ്പോൾ വിശദമായിട്ട് പറയാം. നീ ഇപ്പോൾ ഒരുപാട് ദൂരെ നിന്ന് വന്നതല്ലേ, പോയി ഒന്ന് വിശ്രമിക്ക്, ആനന്ദ് പറഞ്ഞു. അപ്പോഴും പോകാതെ നിൽക്കുന്ന അവളെ കണ്ടതും
അവൾ ഇവിടെയുണ്ട്. അവൾ അച്ഛനും അമ്മയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ചെല്ല് എന്ന് ആനന്ദ് പറഞ്ഞതും ആ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അവൾ അവനെ ഒന്ന് ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അവിടെ നിന്നും പോയി. പോയോ? ആദിലക്ഷ്മി വന്ന് ചോദിച്ചു. പോയി. പക്ഷേ ഞാനാണിപ്പോൾ പെട്ടത്. ഇവിടെ നിന്നാൽ നീ എന്നെ ഞെക്കിക്കൊല്ലും, അവിടെ നിന്നാൽ അവൾ എന്നെ നോക്കിക്കൊല്ലും. എന്തായാലും മരണം എൻ്റെ മുന്നിൽ നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്നെ രക്ഷിക്കാൻ സണ്ണിക്ക് മാത്രമേ പറ്റൂ. അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ആനന്ദ് പുറത്തേക്ക് ഇറങ്ങിയതും നീ എങ്ങനെയാ അങ്ങോട്ട് പോകുന്നത്? ആദികേഷ് ചോദിച്ചു. ഒരുപാട് ദൂരമൊന്നുമില്ലല്ലോ, ഈ ഒരു മതിലിൻ്റെ അപ്പുറമല്ലേ, ഞാൻ നടന്നു പോയിക്കോളാം. അപ്പോൾ നിന്റെ കാർ എടുക്കാതെ പോയി കഴിഞ്ഞാൽ നീ എങ്ങോട്ട് പോയെന്ന് നിന്റെ അച്ഛനും അമ്മയും നിന്റെ ഇപ്പോൾ വന്ന ഈ സഹോദരിയും എല്ലാം ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്ത് മറുപടി പറയണം? അത് പിന്നെ ഞാൻ കൂട്ടുകാരാരെങ്കിലും വന്നപ്പോൾ അവരുടെ കൂടെ പോയി എന്ന് പറഞ്ഞാൽ മതി. നടക്കില്ല. നീ ഇവിടെ നിൽക്ക്. ഇത് ഫേസ് ചെയ്യേണ്ടതും ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടതും നീ മാത്രമാണ്. അതെ, എല്ലാവരും കൂടി ഈ റൂമിൽ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് അംബികാമ്മ റൂം തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് പടികൾ ഇറങ്ങി വരുന്ന ആനന്ദിൻ്റെ അച്ഛനെയും അമ്മയെയും എല്ലാം കാണുന്നത്. അപ്പോഴേക്കും റൂമിൽ നിന്നും എല്ലാവരും ഇറങ്ങി. ഞാനൊന്ന് പുറത്തേക്ക് പോവുകയാണ്, ആനന്ദ് പറഞ്ഞതും എവിടേക്ക്? എൻ്റെ ഒരു ഫ്രണ്ട് വരും, അവൻ്റെ ഒപ്പം ഒന്ന് പുറത്തു പോകണം. ആനന്ദ് ആദിശേഷനെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞങ്ങളുണ്ട് അളിയ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവൻ്റെ കൂടെ ഇറങ്ങി. അവർ പുറത്തേക്ക് ഇറങ്ങുന്നത് നോക്കി ആനന്ദിൻ്റെ അച്ഛൻ അവിടെ നിന്നു. ഇതെന്താ ഇവർ എല്ലാവരും കൂടി പുറത്തേക്ക് പോകുന്നത്? അല്ല, കാർ എടുക്കുന്നില്ലേ? അവർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുന്നത് കണ്ടതും ഇല്ല, തൊട്ടടുത്ത വീട്ടിൽ അവൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവരെയെല്ലാം കൂട്ടിയിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞു. പെട്ടെന്നാണ് പുറത്തുനിന്ന് ലോക്കിയുടെയും ജിമ്മിയുടെയും ശബ്ദം കേൾക്കുന്നത്. ഇതെവിടുന്നാ? ഇവിടെ വളർത്തുന്നതാണോ? അയാൾ അവരെ കണ്ടതും ഒരു പേടിയോടെ ചോദിച്ചു. അതെ, ഇവിടത്തെയാണ്. അനന്തപത്മനാഭൻ പറഞ്ഞതും ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇവിടെ സെക്യൂരിറ്റി എല്ലാം ഉള്ളതല്ലേ? അയാൾ ചോദിച്ചു. എന്നാലും അവർ ഇവിടെ നിന്നോട്ടെ, ശരിക്കും അവർ അകത്ത് നടക്കുന്നതാണ്. ഇന്നിപ്പോൾ നിങ്ങൾ വന്നതുകൊണ്ടാണ് ഞങ്ങൾ അകത്തേക്ക് കയറ്റാതിരുന്നത്, അനന്തപത്മനാഭൻ പറഞ്ഞു. ഞാനും ഒന്ന് ഓഫീസ് വരെ പോകും എന്ന് പറഞ്ഞ് അനന്തപത്മനാഭനും റൂമിലേക്ക് ചെന്നു. റെഡിയായി പുറത്തേക്ക് വന്നു. ഇതിപ്പോൾ ഞാനും അമ്മയും മാത്രമായല്ലോ ഇവിടെ. നമ്മൾ രണ്ടുപേരും മാത്രം ഇവരെ സഹിച്ചാൽ മതിയോ? പറ്റില്ല, ഞാനും പോവാണ് ഗൗരിയുടെ അടുത്തേക്ക്, ആദിലക്ഷ്മി പറഞ്ഞതും അങ്ങനെ പോകല്ലേ മോളെ, എല്ലാവരും കൂടി അവർ വരുമ്പോൾ പോയാൽ അവരെന്ത് വിചാരിക്കും? ഞാനല്ലായിരുന്നു അത് ചിന്തിക്കേണ്ടത്. അവരുടെ മകനുണ്ടായിരുന്നില്ലേ ഇവിടെ നിന്നും ആദ്യം മുങ്ങിയ ആള്, അവനായിരുന്നു ചിന്തിക്കേണ്ടത്, ആദിലക്ഷ്മി ദേഷ്യത്തോടെ പറഞ്ഞതും സാരമില്ല, ഇവിടെ നിൽക്ക്, ആനന്ദിൻ്റെ അമ്മയായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് നിൽക്ക്. അമൃത ഇഷ്ടമില്ലെങ്കിൽ നീ അങ്ങോട്ട് പോകണ്ട, അവർ പറഞ്ഞു. അല്ലെങ്കിലും അവളുടെ അടുത്തേക്ക് ആരാ പോകുന്നത്? അംബികാമ്മയുടെ ഒപ്പം കിച്ചണിലേക്ക് വന്നുകൊണ്ട് അവൾ പറഞ്ഞു. ആ സമയം ആനന്ദിൻ്റെ അമ്മയും കിച്ചണിലേക്ക് ചെന്നു. അമൃതയും ഭർത്താവും കൂടി പുറത്തേക്ക് ഇറങ്ങിയതും ആനന്ദിൻ്റെ അച്ഛൻ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. ഫോൺ കുറച്ച് സമയം റിങ് ചെയ്തതിന് ശേഷം അവിടെ ഫോൺ എടുത്തത്. എന്തായി, എത്തിയോ? എത്തി. പക്ഷേ ഇവിടെ വന്നപ്പോൾ അടുത്ത ദിവസം ഒരു ഫംഗ്ഷൻ നടക്കുന്ന കാര്യം പറഞ്ഞു. അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ വരാനിരിക്കുകയാണ്. എന്തായാലും അത് നന്നായി. പിന്നെ കല്യാണക്കാരി എന്തെങ്കിലും പറഞ്ഞോ? മറുവശത്ത് നിന്നുള്ള ആൾ ചോദിച്ചു. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. ഇവിടെ ഇപ്പോൾ ആദിലക്ഷ്മിയുടെയും ആനന്ദിൻ്റെയും വിവാഹം നടക്കട്ടെ എന്നാ പറയുന്നത്. അപ്പോൾ രേഷ്മയുടെ കാര്യം? അതിപ്പോൾ വേണ്ട എന്നാ ആദികേശ് പറയുന്നത്. എവിടെയോ പുറത്ത് കുറച്ച് നാൾ പോകേണ്ടി വരും, അതുകൊണ്ട് അത് കഴിഞ്ഞ് വന്നിട്ട് നടത്താമെന്നൊക്കെ അവർ പറയുന്നത്. പക്ഷേ അവരുടെ അല്ല, അവൻ്റെ ആ സംസാരത്തിൽ എനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നുന്നു. അവൻ ഇതിൽ താല്പര്യമില്ലാത്തതുപോലെ തോന്നുന്നു. അതെങ്ങനെ ശരിയാവും? എൻ്റെ കൊച്ചുമകൾക്ക് പ്രതീക്ഷ കൊടുത്തിട്ട് അത് നടക്കാതിരുന്നാൽ ഞാൻ സമ്മതിക്കില്ല, മറുഭാഗത്ത് നിന്ന് കേട്ടു. എന്ന ഒരു കാര്യം ചെയ്യും, 2-3 ദിവസം കഴിഞ്ഞല്ലേ ഇവരൊരു പരിപാടി നടത്താൻ പോകുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് വാ, അതിനു മുന്നേ നമുക്ക് ഇതൊക്കെ ഒന്ന് സംസാരിക്കാം. എന്നിട്ട് ആ ഫംഗ്ഷൻ നടക്കുന്ന അന്ന് ഇവരെ കൊണ്ട് നമുക്ക് ആ ഒരു കാര്യം അനൗൺസ് ചെയ്യിപ്പിക്കാം. പിന്നെ പെട്ടെന്ന് ഇവർക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അതുവരെ ഒന്ന് അടങ്ങി നിൽക്കാൻ പറയും എല്ലാവരോടും, ആനന്ദിൻ്റെ അച്ഛൻ പറഞ്ഞു. അത് ഞാൻ പറയാം, നീ പറഞ്ഞത് ശരിയാണ്. എന്നാൽ ഞങ്ങൾ വേഗം അങ്ങോട്ട് വരാം, മറുഭാഗത്തു നിന്നുള്ള ആൾ പറഞ്ഞതും ആനന്ദിൻ്റെ അച്ഛൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് ശരിയാകില്ല, എനിക്ക് കൂട്ടായിട്ട് അയാൾ ഇവിടെ എത്തണം. ഗരുഡ മനയിൽ അഗ്നിഹോത്രി,
ആനന്ദിന്റെ അച്ഛൻ പറഞ്ഞു. അന്ന് വൈകുന്നേരം ഒരു വലിയ വീടിന്റെ ഗേറ്റിനടുത്ത് ഒരു കാറ് വന്നു നിന്നു. ആ ഗേറ്റിന് മുകളിലായി വലിയൊരു ഗരുഡന്റെ പ്രതിമ കൊത്തിവെച്ചിരിക്കുന്നു. വലിപ്പത്തിൽ ഗരുഡമന എന്നും എഴുതിയിരിക്കുന്നുണ്ട്. ആ കാറിന്റെ മുകളിലായിട്ടും ഒരു ഗരുഡന്റെ സ്റ്റാച്ചു ഉണ്ട്. ആ കാർ കണ്ടതും സെക്യൂരിറ്റി വേഗം ഗേറ്റ് തുറന്നതും ആ കാറ് ഗേറ്റിനുള്ളിൽ കൂടി ഒരു വലിയ കൊട്ടാര സദൃശമായ വീടിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് നിന്നു. ഡ്രൈവർ ഡോറ് തുറന്നു കൊടുത്തതും നല്ല പ്രായമുള്ള ആഢ്യത്വം നിറഞ്ഞു നിൽക്കുന്ന മുഖത്തോടു കൂടിയ ഒരാൾ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി. അയാളുടെ കയ്യിൽ ഒരു ഗരുഡന്റെ കൈപ്പിടിയോട് കൂടിയ ഒരു സ്റ്റിക്കും ഉണ്ട്. ആ സ്റ്റിക്ക് കുത്തിയാണ് അയാൾ നടക്കുന്നത്. പക്ഷേ ഒരു രാജകീയ പ്രൗഢി അയാളുടെ നടപ്പിലും നോട്ടത്തിലും തലയെടുപ്പിലും എല്ലാം ഉള്ളതുപോലെ എല്ലാവർക്കും തോന്നും. അയാൾ വിശാലമായ ഹാളിലേക്ക് ചെന്ന് ഇരുന്നു. അയാളെ കണ്ടതും ഹാളിലിരുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്നു. അയാൾ രാജകീയമായി തോന്നുന്ന ഒരു സോഫയിലായിട്ട് ഇരുന്നു. എല്ലാവരോടും ഇരിക്കാൻ കൈകൊണ്ട് കാണിച്ചതും എല്ലാവരും ഇരുന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.